ആളുകൾ പറയുന്നു പോലീസിന്റെ ഒരു ആനുകൂല്യവും വേണ്ട, ഞങ്ങളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, ഞങ്ങളെ നിങ്ങൾക്ക് തടവറയിലടക്കാം, തുറങ്ങളിലടക്കാം. അതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസിന്റെ പോരാളികളുടെ സമരവീര്യം കെട്ടുപോകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് കുണുവാവകളല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഇവർ മനസ്സിലാക്കണം. ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സമരം ചെയ്യുന്നതിനെ പറ്റി. ഗോവിന്ദൻ ടീച്ചറെ, സമരത്തിന്റെ ആർജവത്തിന്റെ ക്ലാസ് രാഹുൽ മാങ്കൂട്ടത്തിന് എടുക്കണ്ട, യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട. വാ മോനെ ആർഷോ എന്ന് പറഞ്ഞപ്പോ അലിഞ്ഞില്ലാതായി പോലീസിന്റെ തോളിൽ കൈയിട്ട് പോയ ആർഷോക്ക് എടുത്താ മതി, യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട. സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളോട് കരയല്ല വാവേ എന്ന് പറയുന്ന വനിതാ പോലീസിന്റെ ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സമരവീര്യം അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി, ഞങ്ങൾക്ക് ആ ക്ലാസ് വേണ്ട. അതീവ സമരവീര്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ സമരം ഇല്ലാതാക്കാനല്ലേ നിങ്ങളുടെ ഗുണ്ടാ സദസ് കണ്ണൂരിന്റെ ജില്ലയിലെത്തിയപ്പോ ആ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ തലയിൽ ചെടിച്ചട്ടി കൊണ്ടടിച്ചവർ, ഹെൽമെറ്റ് കൊണ്ടടിച്ചവർ, അവരൊക്കെ ഉദ്ദേശിച്ചത് പിന്നീട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ ഉണ്ടാവരുതെന്നുള്ളതാണ്, പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടാവരുതെന്നാണ്. പക്ഷെ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും നിങ്ങളുടെ മുഖ്യ ഗുണ്ടയെ കരിങ്കൊടി കാണിക്കാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞയച്ചില്ല. അതുകൊണ്ടും തീരാഞ്ഞ് ആലപ്പുഴയിലേക്ക് വന്നപ്പോ പോലീസ് എന്ന പേരിൽ CPM-ന് ഗുണ്ടാ പണിയെടുക്കുന്ന ചില മോന്മാർ, അവന്മാര് പുറത്തിറങ്ങി ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റിയ സഹപ്രവർത്തകരുടെ തലയിലേക്ക് ആഞ്ഞടിച്ചിട്ട് കേസെടുക്കാൻ പോലും നിങ്ങൾ മടിച്ചു. പോലീസ് നടപടികളുടെ സ്വാഭാവികതയെ പറ്റി ചില മന്ത്രിമാരുടെ പ്രസംഗം ഞാൻ കേൾക്കാനിടയായി. ആ മന്ത്രിമാരോട് ചോദിക്കുന്നു, സ്വാഭാവിക നടപടികളാണെങ്കിൽ എന്തുകൊണ്ട് കോടതി പറഞ്ഞിട്ട് കേസെടുത്ത ആ പോലീസിന്റെ ശമ്പളം പറ്റുന്ന ഗുണ്ടകളെ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്തില്ല? എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് അതിന്റെ നടപടികൾക്ക് വേഗത ഉണ്ടായില്ല? എന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സഹപ്രവർത്തകരുടെയും മാത്രം കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്ര ആവേശം? ഞാൻ ഒരു കാര്യം കേരളത്തിലെ പോലീസിനോട് പറയുന്നു, പിഞ്ചു കുഞ്ഞായ ഒരു കുഞ്ഞിനെ, 6 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ വണ്ടിപ്പെരിയാറിന്റെ മണ്ണിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രിമിനൽ, ഒരു DYFI-കാരൻ, ഒരു റെഡ് വളണ്ടിയർ മാർച്ചിൽ പങ്കെടുത്തവൻ, റെയ്ഡ് ചെയ്തപ്പോ CPM-ന്റെ കൊടി, DYFI-യുടെ കൊടി വീട്ടിൽ നിന്ന് കിട്ടിയവൻ, വോട്ടർ പട്ടിക കിട്ടിയവൻ, അവൻ പുറത്തിറങ്ങി സ്വസ്ഥമായി നടക്കുന്ന കാരണക്കാരായ നിങ്ങളുടെ സംവിധാനങ്ങൾ ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട് വളഞ്ഞുണ്ടാക്കിയ നാടകം കേരളത്തിലെ ജനങ്ങൾ അത് മറക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മാധ്യമങ്ങളെ കണ്ട് അഭിപ്രായം പറയാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രമിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനുള്ള ആളുകൾക്ക് ചൊറിച്ചിൽ വരാ. നിങ്ങൾക്ക് അവനെന്താ കൊടും ഭീകരവാദിയാണോ? മാധ്യമങ്ങളോട് 2 വാക്ക് പറഞ്ഞാൽ. എന്നിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കോളറിൽ പിടിക്കുക, തള്ളി മാറ്റാൻ ശ്രമിക്കുക, കഴുത്തിന് വരിഞ്ഞിട്ട് മുറുക്കാൻ ശ്രമിക്കുക. ഞാൻ ആവർത്തിച്ച് പറയുന്നു, എക്കാലത്തും പിണറായി വിജയൻ ആനപ്പുറത്തായിരിക്കുമെന്ന് വിചാരിച്ച് ആ അഹന്തക്കാരെങ്കിലും നേതൃത്വം നൽകിയിട്ടുണ്ടോ? അവരെ മറക്കില്ല, അവരോട് പൊറുക്കില്ല എന്ന് ഈ സമരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഒരു മെഡിക്കൽ ആനുകൂല്യത്തിനും വേണ്ട, ഞാൻ തടവറയിൽ പോവാൻ തയ്യാറാണ് എന്ന് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട്. പക്ഷെ ഡോക്ടർമാരുടെ ഉപദേശം പാർട്ടി നേതൃത്വത്തിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഒരു കാര്യം, ഞങ്ങൾക്ക് പല ഫോൺ കോളുകളും വന്നുകൊണ്ടിരിക്കുന്നു. ആ പരിശോധിച്ച ആശുപത്രിയിലെ RMOയ്ക്ക് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസി കോളുകൾ ഈ ഭരണപക്ഷത്തിൻ്റെതായി പോയിട്ടുണ്ട്. അവിടെ രാഹുലിന് ജാമ്യം കിട്ടുന്ന ഒരു അവസരം. ഷാഫി പറമ്പിൽ MLA സംസാരിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ മാർച്ച്. അത് പ്രതിഷേധഭരിതമാകാനോ സംഘർഷഭരിതമാകാനോ സാധ്യതയുണ്ടോ എന്നറിയില്ല. കാര്യം ജാമ്യാപേക്ഷയൊക്കെ പരിഗണിക്കാനിരിക്കുകയാണ്. അതപ്പോൾ കോടതിയിൽ തിരിച്ചടി ആകും എന്നുള്ള ധാരണ എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഏത് രീതിയിൽ സമരം പുരോഗമിക്കുമെന്ന്.